Dear students, ഇന്നത്തെ ടോപ്പിക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇൻ 8086. ടോട്ടൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് 8 ഇൻസ്ട്രക്ഷൻ സെറ്റാണുള്ളത്. അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ആദ്യത്തെ 4 ഇൻസ്ട്രക്ഷൻ സെറ്റ് നോക്കാം. നെക്സ്റ്റ് പാർട്ടിൽ നെക്സ്റ്റ് 4 ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Objective: to understand the instruction set in 8086 microprocessor. അപ്പോൾ 8086 മൈക്രോപ്രോസസ്സർ 8 ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്, സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, ദാറ്റ് ഈസ് ബ്രാഞ്ച് ആൻഡ് ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ്, processor control instructions, iteration control instructions, and interrupt instructions. ഈ ഇൻസ്ട്രക്ഷൻ സെറ്റിലെ ഫസ്റ്റ് ഗ്രൂപ്പായ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. പ്രീവിയസ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ പഠിച്ച സമയത്ത് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ മൈക്രോ കൺട്രോളർ മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റത്തിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ചില ഓരോ പ്രോസസ്സറിനും അല്ലെങ്കിൽ ഓരോ കൺട്രോളറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റൊക്കെ വരുന്നത്. ശരിക്കും ഹയർ ലെവൽ ലാംഗ്വേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, കോമൺ ആണ്, എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ എംബെഡഡ് സിസ്റ്റം പഠിച്ചപ്പോൾ എംബെഡഡ് സി പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇൻസ്ട്രക്ഷൻസ് വേണം അല്ലേ. ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റയെ ഒരു എന്താണ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക, സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു രജിസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോർട്ടിൽ നിന്നും ഡേറ്റയെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൂവ് എന്ന ഇൻസ്ട്രക്ഷനാണ്. ഇത് ഫെമിലിയർ ആണ് നിങ്ങൾക്ക്. മൂവ് എന്ന് പറയുമ്പോൾ എന്താണ്, MOVE ഇല്ല, MOV എന്ന് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. അപ്പോൾ എന്താണിത് ശരിക്കും, ഇറ്റ് ഈസ് യൂസ് ടു കോപ്പി ദ ബൈറ്റ് ഓർ വേർഡ് ഫ്രം ദ പ്രൊവൈഡഡ് സോഴ്സ് ടു ദ പ്രൊവൈഡഡ് ഡെസ്റ്റിനേഷൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു രജിസ്റ്റർ ആവാം അല്ലെങ്കിൽ മെമ്മറി ആകാം, അവിടെ നിന്നും ഡേറ്റയെ വേറൊരു രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു മെമ്മറിയിലേക്കോ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. മൂവ് AL, BL. അപ്പോൾ എന്താണ്, BL എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തെ കണ്ടന്റ് എന്താണോ ആ ഡേറ്റ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എങ്ങോട്ടേക്ക് മാറുന്നു, AL എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മാറുന്നു. ഇനി അടുത്തത് ഇൻ എന്ന ഇൻസ്ട്രക്ഷനാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ടിൽ നിന്നും അക്യൂമുലേറ്ററിലേക്ക് ഡേറ്റയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഇൻ AL, 0028. 0028 എന്ന് പറയുന്ന ഒരു പോർട്ടിൻ്റെ അഡ്രസ്സാണ്. ആ പോർട്ടിൽ ഇരിക്കുന്ന ഡേറ്റ എന്താണോ ആ ഡേറ്റ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അക്യൂമുലേറ്ററിലേക്ക് മൂവ് ചെയ്യും. അക്യൂമുലേറ്റർ എന്ന് പറയുന്നത് AX ആണ്. അതിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് AL, AH എന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം, ലോയും ഹൈയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് രജിസ്റ്റർ പഠിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ ഇൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോളാം, എന്താണ്, മൈക്രോ കൺട്രോളറിലേക്ക് അതിനകത്തേക്ക് ഇൻ ചെയ്ത്, അകത്തേക്ക് എന്നുള്ള മീനിങ് ആണ് ഇൻ എന്ന് പറയാം.
ഇനി ഔട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? പുറത്തേക്ക് അല്ലേ. അപ്പോൾ എന്താണ്? മൈക്രോ കൺട്രോളറിൽ ഇരിക്കുകയാണ്, ചില അക്യൂമുലേറ്ററിൽ ഇരിക്കുകയാണ് ഡേറ്റ, അതിനെ പുറത്തേക്ക് ചില പോർട്ടിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റയെ ഒരു ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ചില സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റുന്ന ആ ഒരു ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ 3 ഇൻസ്ട്രക്ഷൻസ് ഫെമിലറൈസ് ചെയ്തു: മൂവ്, ഇൻ, ഔട്ട്. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെയുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ 4 ഇൻസ്ട്രക്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളാം. ആഡ് എന്ന് വെച്ചാൽ എന്താണ്? 2 ഡേറ്റയെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ആഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ ആഡ് ചെയ്യുന്നത് ബൈറ്റ് ആകാം, എന്നുവെച്ചാൽ ബൈറ്റ് ടു ബൈറ്റ് അഡീഷൻ നടക്കാം, അല്ലെങ്കിൽ വേർഡ് ടു വേർഡ് അഡീഷൻ നടക്കാം. ഇവിടെ ഞാൻ ബൈറ്റിലാണ് എക്സാമ്പിൾസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. കാര്യം എന്താ? ബൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 8 ബിറ്റ് ആണ്. 8 ബിറ്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ AL, BL എന്നൊക്കെ പറയുന്ന രജിസ്റ്റേഴ്സ് മതി. ഇനി ഇത് വേർഡ് എന്ന് വെച്ചാൽ എത്രയാണ്? 16 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ ഒന്ന് മാറ്റണം. എങ്ങനെ എഴുതാം? ആഡ് AX, BX എന്ന് എഴുതാം അല്ലേ. എക്സ് എന്നുള്ളത് വരുമ്പോൾ ഏതൊക്കെ രജിസ്റ്ററാണ് വരിക? AX എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ALഉം AH എന്നുവെച്ചാൽ 8 8 16. അതുപോലെ തന്നെ BX എന്ന് വെച്ചാൽ എന്താണ്? BLഉം BHഉം. പക്ഷെ ഇവിടെ എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈറ്റ് അഡീഷൻ, ബൈറ്റ് സബ്ട്രാക്ഷനും ഒക്കെയാണ് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേർഡ് വെച്ചിട്ടായാലും എഴുതാം. പകരം എല്ലിനെ അവിടെ പകരം എന്ത് ചെയ്താൽ മതി? എക്സ് എന്നുള്ള ലേബിൾ കൊടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കോളാം. ആഡ് AL, BL. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ALനകത്തെ ഡേറ്റ എന്താണോ ആ ഡേറ്റ BLനകത്തെ ഡേറ്റയുമായിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങോട്ടേക്കാണ് പോവുക? AL എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ശരി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, റിസൾട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റോർ ബാക്ക് ചെയ്യുന്നു. ഇനി അടുത്ത ഇൻസ്ട്രക്ഷനാണ് ADC, ആഡ് വിത്ത് ക്യാരി. അപ്പോൾ ഇതെന്താണ്? ഈ ആഡ് പോലെ ഇത് രണ്ടും മാത്രമല്ല ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സെയിം ആണ് എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. ADC AL, BL. ദാറ്റ് ഈസ് എന്താണ്? ALലെ കണ്ടന്റ് പ്ലസ് BLലെ കണ്ടന്റ് പ്ലസ് ക്യാരി ഫ്ലാഗ് എന്ന് വെച്ചാൽ ക്യാരി ഫ്ലാഗിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ, ചിലൊരു ക്യാരി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ആഡ് ചെയ്യും. എന്നിട്ട് അതാണ് എവിടേക്ക് പോവുക? ALലേക്ക് പോവുക. ദെൻ ആഡ് വിത്ത് ക്യാരി, അതാണ് ADC. ഇനി അടുത്തത് സബ്ട്രാക്ഷൻ ആണ്. SUB ആണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ. SUB AL, BL. ദാറ്റ് ഈസ് എന്താണ്? AL minus BL, content of AL minus content of BL, and the result will go to AL. ഇനി അടുത്താണ് SBB, that is subtraction with borrow. അപ്പോൾ ബോറോയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്യാരി ഫ്ലാഗ് തന്നെയാണ്. അപ്പോൾ നോക്കിക്കോളാം, SBB AL, BL. അപ്പോൾ അതിന് എന്താ സംഭവിക്കുക? അവിടെ ALന്റെ കണ്ടന്റിൽ നിന്നും BLലെ കണ്ടന്റും ക്യാരി ഫ്ലാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ആ വാല്യൂവും കൂടി, ചില ക്യാരി ഉണ്ടെങ്കിൽ അതും കൂടി സബ്ട്രാക്ട് ചെയ്തിട്ടാണ് എവിടേക്ക് പോവുക? ALലേക്ക് പോവുക. അപ്പോൾ നമ്മളിവിടെ 4 ഇൻസ്ട്രക്ഷനെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് 4 അല്ല ഉള്ളത്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഈ 4 മാത്രം ഇപ്പോൾ നോക്കാം. ഇതുപോലെ തന്നെയാണ്, സിമിലർ തന്നെയാണ് ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് ആഡ്, ADC, SUB, SBB. ആഡ് വിത്ത് ക്യാരി, സബ്ട്രാക്ട് വിത്ത് ബോറോ. ആഡ് വിത്ത് ക്യാരി എന്ന് പറയുമ്പോൾ ക്യാരി ഫ്ലാഗ് കൂടെ ചേർത്ത് ആഡ് ചെയ്യും. സബ്ട്രാക്ട് വിത്ത് ബോറോ എന്ന് പറയുമ്പോൾ ക്യാരി ഫ്ലാഗിൻ്റെ അകത്തുള്ള ആ ഒരു കണ്ടന്റും കൂടി സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ടാണ് ALലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇനി തേർഡ് ഗ്രൂപ്പാണ് ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡേറ്റ ഉണ്ടല്ലോ, ബൈറ്റ് 8 ബിറ്റ് ഡേറ്റ ഉണ്ടല്ലോ, അതിനകത്ത് ബിറ്റ് വൈസ് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുക. ഓരോ ബിറ്റും 8 ബിറ്റ് ആണല്ലോ ഒരു ബൈറ്റ് എന്ന് പറയാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അരിത്മെറ്റിക് ഓപ്പറേഷനിൽ ആ 8 ബിറ്റ് തന്നെ ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബിറ്റ് വൈസ് ഓപ്പറേഷനാണ് നടക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് നോട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്, ലോജിക്കൽ ഓപ്പറേഷനിൽ പഠിച്ചാണ് നോട്ടൊക്കെ. നോട്ടെന്ന് വെച്ചാൽ എന്താണ്?
എന്താണോ ഇതിനകത്തെ കണ്ടന്റ് അതിൻ്റെ ഇൻവേഴ്സ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. നോട്ട് AL എന്ന് പറഞ്ഞ ഇതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്താണ് AL എന്താണ് ഉണ്ടായിരുന്നത് അത് എന്തായിട്ട് മാറും? ALൻ്റെ ഇൻവേഴ്സ് ആയിട്ട് മാറും. ഇനി ആൻഡ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഓരോ ബിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുക. ഇവിടെ ആൻഡ് AL, BL. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ALലെ കണ്ടന്റ് എന്താണോ അതും BLലെ കണ്ടന്റും കൂടെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് റിസൾട്ട് വരിക. നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ALലെ കണ്ടന്റെങ്കിൽ ഇത് BLലെ കണ്ടന്റും ആണെങ്കിൽ ബിറ്റ് വൈസ് ആണ് ആൻഡ് ഓപ്പറേഷൻ നടക്കുക. ദാറ്റ് ഈസ് ബിറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. നോക്കിക്കോളാം. 1 0 എന്താ വരിക? 0 1 1 1 1 0 0 0 0 0 1 1 1 1 0 0 0 0 0 1 1 1. അപ്പോൾ ഈ ഫൈനലി ഇതാണ്ട് ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ALലേക്ക് സ്റ്റോർ ബാക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്പറേഷൻ നോക്കിക്കോളാം. ഓർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇപ്പം ആൻഡ് നമ്മൾ ബിറ്റ് വൈസ് പറഞ്ഞ പോലെ തന്നെ ബിറ്റ് വൈസ് ഓർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് ഓർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ALലെ കണ്ടന്റിനെയും BLലെ കണ്ടന്റിനെയും ഓരോ ബിറ്റായിട്ട് ഓർ ചെയ്തിട്ട് വെച്ചാൽ ഓരോ ബിറ്റായിട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും എഴുതുക. ഇനി അടുത്തത് XOR ആണ്. XOR എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്ക്ലൂസീവ് ഓർ ആണ്. അപ്പോൾ ഇവിടെയും സെയിം തന്നെയാണ്. എന്താണ്? XOR AL, BL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALലെ കണ്ടന്റും BLലെ കണ്ടന്റും എക്സ്ക്ലൂസീവ് ഓർ ചെയ്യും. എന്നിട്ട് റിസൾട്ട് എവിടേക്ക് പോകും? ALലേക്ക് പോകും. എക്സ്ക്ലൂസീവ് ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ഡിജിറ്റൽ. എങ്ങനെയാണ്? എന്താ വരിക എക്സ്ക്ലൂസീവ് ഓറിൻ്റെ ഔട്ട്? ഡിസിമിലർ ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ 1 വരും, സിമിലർ ആണെന്നുണ്ടെങ്കിൽ 0 വരും. ദാറ്റ് ഈസ് 1 1 ആണെങ്കിൽ 0 വരും, 0 0 ആണെങ്കിലും 0 വരും, 0 1 ആണെങ്കിലും 1 0 ആണെങ്കിലും നമുക്ക് ഔട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ലോജിക്കൽ പാർട്ട് മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. ഇനി വരുന്നത് ബിറ്റ് മാനിപ്പുലേഷനകത്ത് തന്നെ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസും വരും. ഈ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ നമ്മൾ എംബെഡഡ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇത് ഷിഫ്റ്റ് ലെഫ്റ്റ് SHL എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. SHL BL എന്ന് വെച്ചാൽ എന്താണ്? BL എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ കണ്ടന്റ് എന്താണോ അത് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ്? ലെഫ്റ്റിലേക്ക് 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ LSBയിൽ എന്ത് വരും? ലാസ്റ്റ് ഫുൾ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് LSBനെ 0 കൊണ്ട് ഫില്ല് ചെയ്യും. ഇനി അടുത്ത് എന്താണ്? ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? BLലെ കണ്ടന്റ് എന്താണോ അതിനെ മൊത്തത്തിൽ നമ്മൾ എന്താണ്? ഒരു ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ വലതുവശത്തേക്ക് ഒരു ബിറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് എവിടെ എംപ്റ്റി ആവും? അതിൻ്റെ MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എംപ്റ്റി ആവും. അവിടെ എന്തുകൊണ്ട് ഫില്ല് ചെയ്യും? 0 കൊണ്ട് ഫില്ല് ചെയ്യും. ഇനി അടുത്ത എന്താണ്? റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. എന്താണ്? ത്രൂ ക്യാരി ഫ്ലാഗും കൂടെ ചേർത്തിട്ട് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ഓരോ ഇതിനും എക്സാമ്പിൾ നോക്കിക്കോളുക. SHL BL എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. SHL BL എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് BL അല്ലേ? അപ്പോൾ BLൻ്റെ കണ്ടന്റ് ഇതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ ലെഫ്റ്റിലേക്ക് 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഇതങ്ങ് പോയി, ഈ എൻഡിലുള്ളത് അങ്ങ് പോയി. പകരം ഇത് ഓരോന്നും ഇങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പോൾ എന്താണ്? ഈ 0 ഇങ്ങോട്ടേക്ക് വരും, 1 ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെ വന്നു. അപ്പോൾ ലാസ്റ്റ് എന്താണ്? ഒരെണ്ണം ഈ MSBയിലുള്ള അങ്ങ് പോവുകയല്ലേ ചെയ്യണം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് ഒരു എംപ്റ്റി സ്പേസ് വരും. അവിടെ എന്താ വരിക? 0 കൊണ്ട് ഫില്ല് ചെയ്യും. ഇനി അടുത്ത് SHR എന്ന് പറയുമ്പോഴോ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ ഡേറ്റയെങ്കിൽ അതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഓരോന്നായിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ എൻഡിലുള്ളത് അങ്ങ് പോവാണ്. എന്നിട്ട് ഇത് ഫുൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്? ഒരു സ്പേസ് വരുന്നു. അവിടെ നമ്മൾ 0 കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ഇനി അടുത്ത് എന്താണ്? റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാരിയും കൂടെ ചേർത്തിട്ടാണ്. ആ ക്യാരിയാണ് ഞാനിവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ. ഇത് ക്യാരി ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക ത്രൂ ക്യാരി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളാം.
ഇത് ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഈ എൻഡിലുള്ളത് അങ്ങ് പോവുകയാണ്. ആ എൻഡിലുള്ള 1 ആണ് തിരിച്ച് എന്തായിട്ട് വരുന്നത്, ഇവിടെ ക്യാരി ആയിട്ട് വരുന്നു. എന്നിട്ട് ഇത് ഫുള്ള് ഇങ്ങോട്ടേക്ക് അങ്ങ് നീങ്ങുന്നു. അപ്പോഴത്തേക്ക് ഈ 1 കൂടി ഇങ്ങോട്ടേക്ക് ചേരുന്നു. ഈ എൻഡിൽ കിടക്കുന്ന 1 പിന്നെ വീണ്ടും ഇവിടെ എഗെയിൻ ക്യാരി ആയിട്ട് വരുന്നു. എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇനി അത് തന്നെയാണ് റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ക്യാരി. ഇത് നമ്മുടെ ഡേറ്റ ആണെങ്കിൽ റൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 1 0 1 1 0 1 1. പിന്നെന്താ ഈ ലാസ്റ്റ് വരുന്ന 1 എന്താണ്, അത് ക്യാരി. അപ്പോൾ ഇങ്ങനെയാണ് ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷനിൽ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഇനി 4th ഗ്രൂപ്പാണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ്. സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ബൈറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു നെയിമിനെ നമുക്ക് എന്ത് പറയാം, സ്ട്രിങ് എന്ന് പറയാം. അപ്പോൾ എന്നിട്ട് അതിനകത്ത് ഓരോ ആൽഫബറ്റിനെയും ആസ്കി കോഡ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ആ സ്ട്രിങ്സിനെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ലാബ് ചെയ്തതാണ് എംബെഡഡിൽ. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ഗ്രൂപ്പ് ഓഫ് ബൈറ്റ്സ് ഓഫ് വേർഡ് ആണ്. അപ്പോൾ അത് മാത്രമല്ല അതൊരു സീക്വൻഷ്യൽ ഒരു ഓർഡറിൽ തന്നെ എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക്, അപ്പോൾ അതിന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ രമ്യ എന്നുള്ള പേരാണ് REMYA. അപ്പോൾ അതിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ അതിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. കാര്യം 6 കഴിഞ്ഞിട്ട് എന്ത് തന്നെ വരണം, E തന്നെ വരണം, പിന്നെ M തന്നെ വരണം, Y വരണം, A വരണം. അതിൽ ഓരോ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. അതൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രിങ്ങിനെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെച്ചാൽ അങ്ങനെ കൊണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളാം. REP മൂവ്സ് B. ശരിക്കും മൂവ് സ്ട്രിങ് എന്നുള്ളതാണ് മൂവ്സ് എന്ന് പറയുന്നത്. പിന്നെ B കൊടുക്കുകയാണെങ്കിൽ അത് ബൈറ്റ്, W കൊടുക്കുകയാണെങ്കിൽ അത് വേർഡ്. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ REP മൂവ്സ് ബൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു കോപ്പി സ്ട്രിങ് ബൈറ്റ്സ് അണ്ടിൽ ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ലോഡഡ് ഇൻ ടു CX ഹാസ് ബീൻ കോപ്പീഡ്. ഇവിടെ CX എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് നമ്മൾ ആദ്യം ഒരു വാല്യൂ കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് അവിടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ രമ്യ എന്നുള്ള പേരാണ് നമ്മൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 ആൽഫബറ്റാണ് അതിനകത്തുള്ളത്. അപ്പോൾ 5 വട്ടം നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ കോപ്പി ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ആ 5 എന്ന് പറയുന്നതാണ് ശരിക്കും 5 ബൈറ്റാണുള്ളത്. അപ്പോൾ ആ 5 നമ്മൾ CX എന്ന് പറയുന്നതിൽ കൊടുക്കുന്ന കൗണ്ട് വാല്യൂ 5. എന്നിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും REP എന്നുള്ളതിൻ്റെ ആ ഒരു മീനിങ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ CXൻ്റെ വാല്യൂ ഓരോ വട്ടം ഇത് കോപ്പി ചെയ്തിടുമ്പോഴും ഓരോ ബൈറ്റായിട്ട് കോപ്പി ചെയ്യുമ്പോഴും CXൻ്റെ വാല്യൂ ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. ഫൈനലി CXൻ്റെ വാല്യൂ 0 ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബൈറ്റ്സും കോപ്പീഡ് ആയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ REP മൂവ്സ് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റുകയാണ്. ആ സ്ട്രിങ്ങിനകത്ത് എത്ര ബൈറ്റ് ഉണ്ടോ ആ ബൈറ്റിൻ്റെ കൗണ്ടാണ് നമ്മൾ CX എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. ഓരോ തവണയും ബൈറ്റ് കോപ്പി ചെയ്യുമ്പോൾ CXൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. ഓട്ടോ ഡിക്രിമെൻ്റ് ആണ്, ഡിക്രിമെൻറ്റ് കൊടുക്കും. എപ്പോൾ CXൻ്റെ വാല്യൂ 0 ആവുന്നു അപ്പോൾ മനസ്സിലാക്കാം കംപ്ലീറ്റ് ബൈറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത്, ദാറ്റ് ഈസ് ദ ഹോൾ സ്ട്രിങ് ഈസ് കോപ്പീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 4 ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഫസ്റ്റ് 4 ഇൻസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് നോക്കിയത്. ദാറ്റ് ഈസ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ, ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ്. താങ്ക് യു.